അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തിയ സംഭവം വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആനയെ നിരീക്ഷിച്ചു വരുന്നതായി വനപാലകർ. ആനയെ പരിചരിക്കാൻ ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തും. 10 വർഷത്തിലധികമായി യമനിൽ കുടുങ്ങിക്കിടന്നിരുന്ന യുവാവിന് നാട്ടിലെത്താൻ വഴിയൊരുങ്ങുന്നു. എടക്കുളം പൂമംഗലം സ്വദേശി ദിനേശാണ് നാട്ടിൽ തിരിച്ചെത്തുന്നത്. മാടക്കത്തറ പാണ്ടിപ്പറമ്പ് കച്ചിത്തോടിലെ ഉപയോഗശൂന്യമായ ക്വാറിയിലെ മാലിന്യങ്ങൾക്ക് തീപിടിച്ചത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കി. കനത്ത പുകയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയത് 24 മണിക്കൂറിന് ശേഷം. കൊച്ചി വാട്ടർ മെട്രോ കൊടുങ്ങല്ലൂരിലേക്ക് നീട്ടാൻ ആലോചന. വരാപ്പുഴ ടെർമിനലിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കാനാണ് ധാരണ. വെളപ്പായിയിൽ വിഷപ്പുല്ല് കഴിച്ച് 4 പശുക്കൾ ചത്ത സംഭവം. പോസ്റ്റ്മോർട്ടത്തിൽ വിഷപ്പുല്ലിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. തീറ്റപ്പുല്ലിൽ ജാഗ്രത പുലർത്തണമെന്ന് വെറ്ററിനറി ഡോക്ടർമാർ. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തിയ സംഭവത്തിൽ വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലേക്ക് കാട്ടാനയെ മാറ്റുന്നു. വെറ്ററിനറി ഡോക്ടർ ഡേവിഡ് എബ്രഹാം ഉൾപ്പെട്ട സംഘമാണ് നിരീക്ഷണം നടത്തുന്നത്. വെറ്റിലപ്പാറയിൽ 14 കണ്ട കാട്ടാന നിലവിൽ ചാലക്കുടി പുഴ കടന്ന് 2ാം ബ്ലോക്കിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. തീറ്റയെടുക്കാനാകാതെ ആന അവശതയിലാണ്. അതേസമയം ആനയെ ചികിത്സിക്കുന്നതിനായി വനംവകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള 20 അംഗ സംഘവും കുങ്കിയാനകളും ബുധനാഴ്ച അതിരപ്പള്ളിയിലെത്തും. വിക്രം, സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളാണ് വയനാട്ടിൽ നിന്നും അതിരപ്പള്ളിയിൽ എത്തുക. പരിക്കേറ്റ ആനയെ മയക്കുവെടിവെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ പിടികൂടി ചികിത്സ നൽകാനാണ് തീരുമാനം. ആനയുടെ മസ്തകത്തിലെ മുറിവിൽ നിന്ന് പഴുപ്പൊലിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. 10 വർഷത്തിലധികമായി യമനിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഇരിഞ്ഞാലക്കുട എടക്കുളം സ്വദേശിക്ക് നാട്ടിലെത്താൻ വഴിയൊരുങ്ങുന്നു. പൂമംഗലം കുണ്ടൂർ വീട്ടിൽ ദിനേശാണ് 10 വർഷത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്നത്. സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ജീവിതം കരക്കടുപ്പിക്കാൻ 2ാമത്തെ കുട്ടിക്ക് 6 മാസം പ്രായമുള്ളപ്പോഴാണ് ഭാര്യ അനിതയെയും കുടുംബത്തെയും വിട്ട് 2014 ദിനേശ് യമനിലേക്ക് പോയത്. പിന്നീട് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഇതിനിടയിൽ സ്പോൺസറുടെ കയ്യിൽ ദിനേശിന്റെ പാസ്പോർട്ട് അകപ്പെടുകയും ചെയ്തു. തിരികെ പോരാൻ സാധിക്കാതെ യമനിൽ കഷ്ടതകൾക്ക് നടുവിലായി പിന്നീടുള്ള ജീവിതം. നാട്ടിലെ വീട് കടക്കെണിയിൽപ്പെടുകയും ചെയ്തു. ദിനേശിനെ തിരികെ എത്തിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും നിരവധി പേരെ കാണുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടയിലാണ് വിഷയം എടക്കുളം സ്വദേശിയും പൊതുപ്രവർത്തകനും കൂടിയായ വിപിൻ പാറമേക്കാട്ടിലിന് മുന്നിൽ ഉണ്ണി പൂമംഗലം മുഖേന എത്തുന്നത്. ഇന്ത്യൻ എംബസിയുമായും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും വിപിൻ നടത്തിയ ഇടപെടലുകൾക്കൊപ്പം വലിയ തുക വിടുതൽ പ്രവർത്തനങ്ങൾക്കായി യമനിലേക്ക് അയച്ചു നൽകി. ഇതിനൊപ്പം തന്നെ കോട്ടയം സ്വദേശി ഷിജു ജോസഫ്, സാമുവേൽ ജെറോം എന്നിവരുടെയും ഇടപെടൽ മുഖാന്തരം ദിനേശിന് തിരികെ നാട്ടിലെത്താനുള്ള വഴിയൊരുങ്ങി. എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കി അടുത്ത ദിവസങ്ങളിൽ തന്നെ ദിനേശ് നാട്ടിൽ തിരികെ എത്തുമെന്നാണ് പ്രതീക്ഷ. അച്ഛനെ കണ്ട് ഓർമ്മയില്ലാത്ത 10 വയസ്സുകാരൻ സായികൃഷ്ണയും 12 വയസ്സുകാരി കൃഷ്ണവേണിയും കാത്തിരിക്കുകയാണ് തങ്ങളുടെ അച്ഛനെ ഒരു നോക്ക് കാണാൻ. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. മാടക്കത്തറ പാണ്ടിപ്പറമ്പ് കച്ചിത്തോട് ഉപയോഗശൂന്യമായ ക്വാറിയിലെ മാലിന്യങ്ങൾക്ക് തീപിടിച്ചത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കി. കനത്ത പുകയിൽ മൂടി പ്രദേശം. 5 വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയത് 24 മണിക്കൂറിന് ശേഷം. വർഷങ്ങളായി പ്രവർത്തിക്കാതെ കിടന്ന കച്ചിത്തോടിലെ സ്വകാര്യ വ്യക്തിയുടെ ക്വാറിയിൽ കൂട്ടിയിട്ട മാലിന്യങ്ങൾക്കാണ് തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ തീപിടിച്ചത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾക്ക് തീ പടർന്നതോടെ പ്രദേശമാകെ കനത്ത പുകയിൽ മൂടി. നാട്ടുകാർ വിവരം അറിയിച്ചതോടെ തൃശൂരിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ B വൈശാഖന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല. തുടർന്ന് പുതുക്കാട്, വടക്കാഞ്ചേരി, ഇരിങ്ങാലക്കുട എന്നിവിടെ നിന്നും കൂടുതൽ യൂണിറ്റുകളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ കത്തിയതിനാൽ തീയണച്ചാലും വീണ്ടും തീ ആളിപ്പടരുകയായിരുന്നു. കനത്ത പുക കൂടി ഉയർന്നതോടെ തീയണയ്ക്കൽ ദുഷ്കരമായി മാറി. 24 മണിക്കൂറിന് ശേഷം ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് മണ്ണിട്ട് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തൃശൂർ തഹസിൽദാർ ജയശ്രീയുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. പ്രദേശമാകെ പുകയിൽ മൂടിയതോടെ സമീപത്തെ 5 വീട്ടുകാരെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥലം മാറ്റി. തീപിടുത്തം സംബന്ധിച്ച് കളക്ടർക്ക് ഉടൻ റിപ്പോർട്ട് കൈമാറുമെന്ന് തഹസിൽദാർ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ക്വാറിയിൽ മാലിന്യം നിക്ഷേപിച്ചതിന് ക്വാറിയുടമയിൽ നിന്നും
പഞ്ചായത്ത് അധികൃതർ 5000 രൂപ പിഴ ഈടാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. കൊച്ചി വാട്ടർ മെട്രോ കൊടുങ്ങല്ലൂരിലേക്ക് നീട്ടാൻ ആലോചന. വരാപ്പുഴ ടെർമിനലിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കാനാണ് ധാരണ. ഇതോടൊപ്പം ആലപ്പുഴയിലെ മുഹമ്മയിലേക്കും സർവീസ് ആരംഭിച്ചേക്കും. സമീപമുള്ള പ്രധാന പ്രദേശങ്ങളിലേക്ക് വാട്ടർ മെട്രോ ശൃംഖല വ്യാപിപ്പിക്കുന്നതിനുള്ള പഠനങ്ങളിലാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. സാധ്യതാ പഠനത്തിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വാട്ടർ മെട്രോ വ്യാപിപ്പിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനാണ് KMRL തീരുമാനിച്ചിട്ടുള്ളത്. വാട്ടർ മെട്രോയുടെ ആഗമനം കൊടുങ്ങല്ലൂരിന്റെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് പിൻബലമേകുമെന്ന് ഉറപ്പാണ്. കൊടുങ്ങല്ലൂര് ഈ വാട്ടർ മെട്രോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ കൊടുങ്ങല്ലൂരുണ്ട്. അതിനുള്ള ജെട്ടികളും ആഴമുള്ള കായലുകളും ഒക്കെ ഉണ്ട്. ഇവിടേക്ക് വാട്ടർ മെട്രോ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ഒപ്പീനിയനിൽ കൊടുങ്ങല്ലൂരിൻ്റെ ഒരു മുഖച്ഛായ തന്നെ ഒരു മാറ്റുന്ന ഒരു വികസന പ്രവർത്തനമായിരിക്കുള്ളൂ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കൊടുങ്ങല്ലൂർ അവസാനിപ്പിക്കുകയല്ല വേണ്ടത് ഈ വാട്ടർ മെട്രോ. അത് നമുക്ക് വടക്കോട്ട് സർവീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹം. പെരിയാറിന്റെ കൈവഴിയായ കാഞ്ഞിരപ്പുഴ അറബിക്കടലിൽ ചേരുന്ന അഴീക്കോട് അഴിമുഖവും വടക്കൻ ജില്ലകളിലേക്ക് സുഗമമായ ജലപാതയൊരുക്കുന്ന കനോലി കനാലും കൊടുങ്ങല്ലൂരിന്റെ ജലയാത്രാ മാർഗങ്ങളാണ്. ദക്ഷിണേന്ത്യയിലെ പ്രധാന തുറമുഖമായിരുന്ന മുസിരിസിന്റെ ചരിത്രമുള്ള കൊടുങ്ങല്ലൂർ ജലഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ്. മുൻകാലങ്ങളിൽ കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്തു നിന്നും എറണാകുളത്തേക്ക് ബോട്ടുകൾ സർവീസ് നടത്തിയിരുന്നു. എറണാകുളം മാർക്കറ്റിൽ നിന്നും ചരക്കുമായി കെട്ടുവള്ളങ്ങളും കൊടുങ്ങല്ലൂരിലേക്ക് എത്തിയിരുന്നു. TCV കൊടുങ്ങല്ലൂർ. വെളപ്പായിയിൽ വിഷപ്പുല്ല് കഴിച്ച് 4 പശുക്കൾ ചത്ത സംഭവത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. മഞ്ഞുകാലത്ത് പൂവുണ്ടാകുന്ന പുല്ല് കഴിച്ചാണ് പശുക്കൾ ചത്തതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിൽ വിഷപ്പുല്ലിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. വിഷപ്പുല്ലുകൾ പശുക്കൾ കഴിക്കാതിരിക്കാൻ ക്ഷീരകർഷകർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് വെറ്ററിനറി ഡോക്ടർമാർ നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസമാണ് വെളപ്പായ ചൈന ബസാർ സ്വദേശി രവിയുടെ 4 പശുക്കൾ വിഷപ്പുല്ല് കഴിച്ച് ചത്തത്. പോലീസിനു നേരെ കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിൽ കാപ്പ പ്രതിയടക്കം 3 പേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേക്കാട് കല്ലൂർ കണ്ടംപുള്ളി അക്ഷയ്, ഒരുമനയൂർ ഒറ്റത്തങ്ങ് കൊറോട്ട് നിതുൽ, വടക്കേക്കാട് കല്ലൂർ പ്രദീപ് എന്നിവരെയാണ് ഗുരുവായൂർ SI അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 3 പേരും ബൈക്കിൽ അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തുന്നത് കണ്ട പോലീസുകാരൻ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയത്. തുടർന്ന് വാഹനത്തിലെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അഞ്ഞൂർ നമ്പീശൻപടിയിൽ നിന്നാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പിടികൂടാൻ എത്തിയ പോലീസുകാർക്ക് നേരെയും ഇവർ കത്തിക്കാട്ടി ഏറെ നേരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പോലീസ് സാഹസികമായാണ് ഇവരെ കീഴടക്കിയത്. ജില്ലയിൽ പ്രവേശന വിലക്കുള്ള കാപ്പ കേസിലെ പ്രതിയാണ് അക്ഷയ്. കോടതിയിൽ ഹാജരാക്കിയ 3 പേരെയും റിമാൻഡ് ചെയ്തു. മതിലകം ഓണച്ചമ്മാവിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിനിടെ നിലത്ത് വീണ വീട്ടമ്മയുടെ കൈയൊടിഞ്ഞു. ഓണച്ചമ്മാവ് കുറുപ്പത്ത് ഓമനയെയാണ് തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. പരിക്കേറ്റ ഓമന കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. നിർധന കുടുംബാംഗമായ വീട്ടമ്മ മകനോടൊപ്പം പണിസ്ഥലത്തേക്ക് സൈക്കിളിൽ പോകുന്നതിനിടെ ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. പട്ടികൾ കൂട്ടത്തോടെ പിന്തുടരുന്നതിനിടയിൽ മകൻ സൈക്കിൾ വേഗത്തിൽ ചവിട്ടിയെങ്കിലും കുരച്ചു ചാടിയ നായ്ക്കൾ വീട്ടമ്മയുടെ വസ്ത്രത്തിൽ പിടികൂടിയതോടെ സൈക്കിളിൽ നിന്ന് താഴെ വീഴുകയായിരുന്നു. ഇതിനിടെ സൈക്കിൾ എടുത്തു വീശി മകൻ നായ്ക്കളെ ഓടിച്ചതിനാൽ ഇരുവർക്കും നായ്ക്കൂട്ടത്തിന്റെ കടിയേറ്റില്ല. വീഴ്ചയിലാണ് ഓമനയുടെ കൈക്ക് പരിക്കേറ്റത്. 15 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ മധ്യവയസ്കനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേ കോട്ടോൽ സ്വദേശി കൃഷ്ണനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 18-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നുവെന്നാണ് കേസ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂരിൽ ഉത്സവ കച്ചവടക്കാരനെ കബളിപ്പിച്ച് കള്ളനോട്ട് കൊടുക്കുന്നതിനിടെ എറണാകുളം സ്വദേശി പോലീസിന്റെ പിടിയിലായി. തിരുത്തിപ്പുറം ചിറയത്ത് വീട്ടിൽ ആൽഫ്രഡിനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. താലപ്പൊലി ആഘോഷത്തിന്റെ ഭാഗമായി വടക്കേനടയിൽ കച്ചവടം നടത്തുന്ന തേനി സ്വദേശി വിഘ്നേഷിനെ കബളിപ്പിച്ച് 500 രൂപയുടെ കള്ളനോട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. ആൽഫ്രഡിന്റെ ബാഗിൽ നിന്നും 9 500 രൂപയുടെ കള്ളനോട്ടുകളും വീട്ടിൽ നിന്ന് കള്ളനോട്ട് നിർമ്മിക്കാൻ ഉപയോഗിച്ച പ്രിന്റർ, പേപ്പറുകൾ തുടങ്ങിയവയും കണ്ടെടുത്തു. സബ് ഇൻസ്പെക്ടർ സാലിം, ഗ്രേഡ് SI രാജേഷ് കുമാർ, പോലീസ് ഉദ്യോഗസ്ഥരായ അബീഷ് അബ്രഹാം, സജിത്ത് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു.
കുണ്ടന്നൂരിൽ ബൈക്കിലെത്തിയ സംഘം വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു. കുണ്ടന്നൂർ സ്വദേശി അനിതയുടെ 3.5 പവന്റെ സ്വർണമാലയാണ് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ 2 പേർ ചേർന്ന് കവർന്നത്. എരിഞ്ഞിക്കൽ റോഡിലൂടെ നടന്നു പോകുന്നതിനിടെയാണ് അനിതയുടെ മാല പൊട്ടിച്ചത്. വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ട് ഒറ്റപ്പെടലുകൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ സ്നേഹവും കരുണയുമുള്ള മനസ്സ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നതാണ് പ്രധാനമെന്ന് കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ബി കെമാൽ പാഷ അഭിപ്രായപ്പെട്ടു. പാവറട്ടി സാന്ത്വന സ്പർശം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് സംഗമവും അവാർഡ് ദാനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരസ്പരം സംവദിക്കുന്നതിന് മടിക്കുന്ന സമൂഹമായി നാം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും കെമാൽ പാഷ കൂട്ടിച്ചേർത്തു. സാന്ത്വന സ്പർശം പാലിയേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് NP അബൂബക്കർ പാലിയേറ്റീവ് സംഗമത്തിൽ അധ്യക്ഷനായിരുന്നു. ജില്ലയിലെ പാലിയേറ്റീവ് രംഗത്തെ മികച്ച സേവനത്തിന് പുതുക്കാട് ഹോം ഫോർ ഹോപ്പിലെ ഡോക്ടർ ജെറി ജോസഫ്, തൃത്തല്ലൂർ സ്നേഹസ്പർശത്തിലെ നഴ്സ് അജി ഷേർലി, കാരുണ്യ അന്തിക്കാടിലെ വോളണ്ടിയർ മുരുകൻ അന്തിക്കാട് എന്നിവർക്ക് പുരസ്കാരം നൽകി. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ലിയോ, MK നജീബ്, EK ജോണി തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ടൗൺ അമ്പ ആഘോഷത്തിനിടെയുണ്ടായ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകര സ്വദേശി കിരണിനെ ഇടിവള ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്ന പരാതിയിലാണ് കൊടകര സ്വദേശികളായ പ്രണവ്, നിവേദ്, ജിഷ്ണു, ജോസഫ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കടലിൽ തീരത്തോട് ചേർന്ന് അനധികൃത രാത്രികാല മത്സ്യബന്ധനമായ കരവലി നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. എറണാകുളം ജില്ലയിൽ നിന്നും എത്തിയ സ്റ്റെനി, അശ്വിൻ എന്നീ ബോട്ടുകളാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അധികൃതർ ഞായറാഴ്ച രാത്രി പിടിച്ചെടുത്തത്. അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് ഓരോ ബോട്ടിനും 2.5 ലക്ഷം രൂപ വീതം പിഴ ചുമത്തി. ബോട്ടുകളിലെ മത്സ്യം ലേലം ചെയ്ത് കിട്ടിയ 2,61,500 രൂപ ട്രഷറിയിൽ അടയ്ക്കുകയും ചെയ്തു. തീരക്കടലിൽ നിന്നും കൂട്ടത്തോടെ മത്സ്യങ്ങളെ കോരിയെടുത്ത് മത്സ്യബന്ധനം നടത്തുന്ന കരവലി മത്സ്യസമ്പത്ത് കുറയാൻ ഇടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പരാതി നൽകിയിരുന്നു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ C സീമയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിൽ അർദ്ധരാത്രി നടത്തിയ പരിശോധനയിലാണ് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ പിടിച്ചെടുത്തത്. FEO അശ്വിൻ രാജ്, ഓഫീസർമാരായ ER ഷിനിൽ കുമാർ, VN പ്രശാന്ത് കുമാർ, VM ഷൈബു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രനടയിലെ മഞ്ജുളാൽ തറയുടെ നവീകരണം ആരംഭിച്ചു. നവീകരണത്തിനായി മഞ്ജുളാൽ തറ പൂർണ്ണമായും പൊളിച്ചുമാറ്റി. മഞ്ജുളാൽ വീഴാതിരിക്കാൻ പ്രത്യേകം ക്രമീകരണങ്ങൾ ഒരുക്കിയതിനു ശേഷമാണ് തറ പൊളിച്ചുമാറ്റിയത്. വെങ്കലത്തിൽ തീർത്ത ഗരുഡ പ്രതിമ സ്ഥാപിക്കാനുള്ള തറ പണിതതിനു ശേഷം പ്രത്യേകം തയ്യാറാക്കിയ കരിങ്കൽ പാളികൾ കൊണ്ട് ആലിന് തറകെട്ടും. ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ച് സുരക്ഷാ വേലി കെട്ടിമറച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. പറവൂർ സ്വദേശി വേണു കുന്നപ്പിള്ളിയുടെ വക വഴിപാടായി 1 കോടി രൂപയാണ് മഞ്ജുളാൽ നവീകരണത്തിനും വെങ്കല ഗരുഡ പ്രതിമ നിർമ്മാണത്തിനും വേണ്ടി ചെലവിടുന്നത്. വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ പ്രതിയെ ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. അബുദാബിയിൽ ഷിപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ കൈക്കലാക്കിയ കേസിൽ കല്ലൂർ സ്വദേശി ബാബുവിനെയാണ് ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷ്, ഇൻസ്പെക്ടർ അനീഷ് കരീം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. 2022 നവംബർ മുതൽ 2023 ജനുവരി വരെ 6 ലക്ഷം രൂപ ഇയാൾ പരാതിക്കാരനിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട സ്വദേശി അതുൽ കൃഷ്ണയ്ക്കും സഹോദരി ഭർത്താവിനുമാണ് ഇയാൾ ഷിപ്പിൽ ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയത്. പുതുക്കാട് ചെങ്ങാലൂരിൽ നിന്നാണ് ബാബുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്ക് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. SI CM ക്ലീറ്റസ്, പ്രൊബേഷൻ SI CP ജിജേഷ്, സീനിയർ CPOമാരായ ES ജീവൻ, M ഷംനാദ്, CPOമാരായ KS ഉമേഷ്, MM ഷാബു എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വൃത്തിഹീനമായ സാഹചര്യവും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും കണ്ടെത്തിയതുമായ കയ്പമംഗലം ഫിഷറീസ് സ്കൂൾ പരിസരത്തുള്ള ഹോട്ടൽ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് അടപ്പിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് 3 പീടിക, ഫിഷറീസ് സ്കൂൾ പരിസരം എന്നീ പ്രദേശങ്ങളിലെ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണ് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത്. പ്രദേശത്ത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ജീവനക്കാരെ വെച്ച് പ്രവർത്തിക്കുന്നതുമായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ R സുരേഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MS ബിനോജ്,
KV രഞ്ജിത്ത്, AD ലദീബ്, മുഹമ്മദ് ബാദുഷ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പോർക്കുളം കുതിരപ്പാടത്തെ മുണ്ടകൻ കർഷകർക്ക് വൻ നഷ്ടം. കഴിഞ്ഞ ഡിസംബറിൽ പെയ്ത മഴയിൽ പാടത്ത് വെള്ളം നിറഞ്ഞത് കൊയ്ത്തിന് തിരിച്ചടിയായി. പലയിടത്തും മഴയിൽ നെൽച്ചെടികൾ വീണതോടെ കതിരുകൾ കൊഴിഞ്ഞു വീണു. കുതിരപ്പാടത്ത് സ്ഥാപിച്ച 2 ഹൈമാസ്റ്റ് ലൈറ്റുകൾ സമീപത്തെ പാടങ്ങളിലെ നെൽകൃഷിക്ക് പ്രതികൂലമായതായും കർഷകർ പറഞ്ഞു. രാത്രിയിൽ ഹൈമാസ്റ്റ് ലൈറ്റിൽ സമീപത്തെ പാടത്തെ നെൽച്ചെടികൾ വേഗത്തിൽ വിളഞ്ഞു. ഇതോടെ വൻ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. മാസങ്ങൾക്ക് മുൻപാണ് കുതിരപ്പാടത്ത് 2 ഇടത്ത് ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. കേരള കലാമണ്ഡലത്തിന് മുന്നിൽ സമരത്തിന്റെ കേളികൊട്ട്. കലാമണ്ഡലത്തിൽ നിന്നും വിരമിച്ച അധ്യാപകരാണ് ശമ്പള കുടിശ്ശിക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായി സമരത്തിന്റെ കേളികൊട്ട് നടത്തിയത്. UGC അംഗീകരിച്ച 6ാം ശമ്പള പരിഷ്കരണ നിയമത്തിൽ ഉൾപ്പെട്ട റിട്ടയേർഡ് അധ്യാപകരാണ് ശമ്പള കുടിശ്ശിക നൽകിയില്ലെന്ന ആരോപണം ഉന്നയിച്ച് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6ാം ശമ്പള പരിഷ്കരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ 2007 ജൂൺ മുതലുള്ള ശമ്പള കുടിശ്ശികയും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിച്ചില്ല എന്ന് വിരമിച്ച അധ്യാപകർ പറയുന്നു. UGC 7ാം ശമ്പള പരിഷ്കരണം അനുവദിച്ച് ഉത്തരവായപ്പോൾ മറ്റ് പല യൂണിവേഴ്സിറ്റികളിലും ശമ്പള കുടിശ്ശിക തീർത്തു നൽകിയിരുന്നു. എന്നാൽ കലാമണ്ഡലത്തിൽ ഇത് സംബന്ധിച്ച് യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ഇതേ തുടർന്നാണ് കലാമണ്ഡലത്തിലെ റിട്ടയേർഡ് അധ്യാപകർ സമരപ്രഖ്യാപനം നടത്തിയത്. ഫെബ്രുവരി 24-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരമാണ് അധ്യാപകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ മുന്നോടിയായാണ് കലാമണ്ഡലത്തിന് മുൻപിൽ സമരത്തിന്റെ കേളികൊട്ട് നടന്നത്. കലാമണ്ഡലം OK അംബിക അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം M ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം K കറുപ്പുസ്വാമി, കലാമണ്ഡലം K കുട്ടിനാരായണൻ എന്നിവർ ചേർന്ന് കേളികൊട്ടോടുകൂടി ഉദ്ഘാടനം നിർവഹിച്ചു. കലാമണ്ഡലം S ഗോപകുമാർ, കോങ്ങാട് മധുസൂദനൻ, കലാമണ്ഡലം PV ഈശ്വരനുണ്ണി ഉൾപ്പെടെയുള്ളവർ സമരത്തിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, ചെറുതുരുത്തി. കൊടുങ്ങല്ലൂരിൽ താലപ്പൊലി ആഘോഷം കാണാനെത്തിയ യുവാവിനെ ആക്രമിച്ച കേസിൽ 5 BJP പ്രവർത്തകർ അറസ്റ്റിൽ. ശ്രീനാരായണപുരം ആല സ്വദേശികളായ ചാണാശ്ശേരി മണിലാൽ, എടച്ചാലിൽ കൃഷ്ണചന്ദ്രൻ, ചൂരപ്പെട്ടി രാഹുൽ, എടവിലങ്ങ് ചാണാശ്ശേരി മിഷാൽ, കോതപറമ്പ് തളിയാശ്ശേരി കാർത്തിക് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. BJP പ്രവർത്തകനായിരുന്ന തണ്ടാംകുളം കരിനാട്ട് അമലിനെയാണ് സംഘം മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത്. തലയ്ക്കും ദേഹത്തും പരിക്കേറ്റ യുവാവ് കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മതിലകം പൊക്കളായിയിൽ മദ്യം വാങ്ങാൻ വന്നയാളെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ 2 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി പുതിയ വീട്ടിൽ ഷാനവാസ്, വഴിയമ്പലം സ്വദേശി കുളങ്ങര വീട്ടിൽ മിൻഷാദ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. വഞ്ചിപ്പുര സ്വദേശിയായ കണ്ണൻ എന്നയാളെയാണ് ഇവർ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂരിന് കലാകിരീടം നേടിയെടുക്കുന്നതിൽ ജില്ലയിലെ സ്കൂളുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിനെ KPCC വിചാർ വിഭാഗ് ജില്ലാ കമ്മിറ്റി അനുമോദിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. KPCC വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ PK സുരീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, മാനേജ്മെന്റ് പ്രതിനിധി KM അനിൽ എന്നിവരെ ചടങ്ങിൽ പൊന്നാട ചാർത്തി ആദരിച്ചു. KPCC വിചാർ വിഭാഗ് ജില്ലാ സെക്രട്ടറി ആൻഡോ തൊറയൻ, DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക്, വിചാർ വിഭാഗ് സംസ്ഥാന കമ്മിറ്റി മെമ്പർ രാമചന്ദ്രൻ പള്ളിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രാപ്തരാക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ അധ്യാപകരായ സ്റ്റാഫുകളാണ്. കൂടാതെ മെയ്യോടും മെയ് ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മറ്റത്തൂർ വാസുപുരം ചെമ്പൂച്ചിറ റോഡരികിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. വാസുപുരം പാലത്തിനു സമീപമുള്ള മാലിന്യ സംഭരണ കേന്ദ്രത്തിന് മുന്നിലും റോഡരികിലുമാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും പതിവായി മുന്നറിയിപ്പ് നൽകിയിട്ടും മാലിന്യം വലിച്ചെറിയുന്നതിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. മേഖലയിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മണലൂർ നിയോജക മണ്ഡലത്തിലെ 28 റോഡുകൾക്ക് നവീകരണത്തിനായി 6.54 കോടി രൂപ അനുവദിച്ചു. മുരളി പെരുന്നെല്ലി MLAയുടെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയിരുന്ന തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരമാണ് റോഡുകൾക്ക് ഫണ്ട് അനുവദിച്ചത്. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ മേച്ചേരിപ്പടി തൊയക്കാവ് റോഡ്, ഏനാമാക്കൽ പള്ളിനട കോഞ്ചിറ റോഡ്, പാടൂർ ചൂനാമന റോഡ്, മുല്ലശ്ശേരി പഞ്ചായത്തിലെ മണലപ്പുഴ മുളഞ്ചേരിക്കുളം റോഡ്, ബ്ലോക്ക് അയ്യപ്പക്കുടം ലിങ്ക് പറമ്പന്തള്ളി റോഡ്, പൂഞ്ചിറ കിസാൻ ചീരോത്ത് റോഡ്, പേനകം റിംഗ് റോഡ്, എളവള്ളി പഞ്ചായത്തിലെ അച്യുതമേനോൻ റോഡ്,
ഗ്രാമസ്വരാജ് റോഡ്, കിസാൻ റോഡ്, കാക്കശ്ശേരി യുവശക്തി റോഡ്, കാക്കശ്ശേരി വൈലിക്കുളങ്ങര റോഡ്, പാവറട്ടി പഞ്ചായത്തിലെ AKG റോഡ്, സെന്റ് ജോസഫ് റോഡ് തുടങ്ങിയ റോഡുകൾക്കാണ് ഭരണാനുമതി അനുവദിച്ചിട്ടുള്ളത്. കയ്പമംഗലത്ത് ലോട്ടറി കടയിൽ മോഷണം. വഴിയമ്പലം സെന്ററിൽ ദേശീയപാതയോരത്ത് 4 ചക്ര വണ്ടിയിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക കടയിലാണ് മോഷണം നടന്നത്. കയ്പമംഗലം സ്വദേശി ഇളംതുരുത്തി ഫിലോമിന ജോഷിയുടേതാണ് സ്ഥാപനം. ബമ്പർ ലോട്ടറി ടിക്കറ്റുകൾ ഉൾപ്പെടെ 19,000 രൂപയുടെ ടിക്കറ്റുകൾ നഷ്ടപ്പെട്ടതായി ഉടമ പറഞ്ഞു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. രാവിലെ ഇവിടെ കട തുറക്കാൻ വന്നപ്പോൾ ഈ താഴ് കാണാനില്ല. താഴെ അടക്കമാരി കൊണ്ടുപോയി എടുത്തിട്ട്. പിന്നെ ഈ കട അടച്ചിട്ടൊക്കെ ആയിരുന്നു. കട തുറന്നു നോക്കിയപ്പോൾ ടിക്കറ്റുകളൊന്നുമില്ല. ബമ്പർ ഒരു 10-12 ഉണ്ടായിരുന്നു. ആ ബമ്പറും ഒന്നും കാണാനില്ല. പിന്നെ അവിടെ ഒരു 10-30 സെറ്റ് പൊട്ടിച്ചതുണ്ടായിരുന്നു. അതൊന്നും കാണാനില്ല. ഒക്കെ എടുത്തിട്ട് പോയി. ഗുരുവായൂരിലെ കാനകൾക്ക് മുകളിൽ നഗരസഭ സ്ഥാപിച്ച ഇരുമ്പ് ഗ്രില്ലുകൾ വ്യാപകമായി മോഷണം പോയി. പടിഞ്ഞാറേ നടയിൽ ITI കമ്പിപ്പാലം റോഡിലെ കാനകൾക്ക് മുകളിൽ സ്ഥാപിച്ച 17 ഗ്രില്ലുകളാണ് മോഷണം പോയത്. 2 അടി മുതൽ 4 അടി വരെ വലിപ്പമുള്ള ഗ്രില്ലുകളാണ് ഇത്. 20 കിലോഗ്രാം മുതൽ 40 കിലോ വരെ തൂക്കം വരുന്നവയാണിവ. റോഡിൽ കെട്ടിനിൽക്കുന്ന വെള്ളം കാനയിലേക്ക് ഊർന്നു പോകാൻ വേണ്ടി സ്ഥാപിച്ചവയാണിത്. കഴിഞ്ഞ ദിവസം ഗ്രില്ല് മോഷ്ടിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച നാടോടി സംഘത്തെ നാട്ടുകാർ പിടികൂടിയിരുന്നു. അശാസ്ത്രീയമായ രീതിയിൽ സ്ഥാപിച്ചതിനാലാണ് ഗ്രില്ലുകൾ മോഷണം പോകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഗ്രില്ലുകൾ ഇളക്കിക്കൊണ്ടുപോയതിനെ തുടർന്നുണ്ടായ വിടവിൽ വാഹനങ്ങൾ വീണ് അപകടം സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ്. തിരുവല്ലുവാമലയിൽ നിന്നും കൂടുതൽ ദീർഘദൂര ബസ് സർവീസുകൾ KSRTCയുടേതായി ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. നിയമസഭയിൽ UR പ്രദീപ് MLAയുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. തിരുവല്ലുവാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്കും ദീർഘദൂര യാത്രയ്ക്ക് KSRTC ബസ്സുകളുടെ കുറവ് മൂലം യാത്രാ ദുരിതം നേരിടുന്നതായി MLA ചൂണ്ടിക്കാട്ടി. തിരുവല്ലുവാമല ക്ഷേത്രം ബസ് സ്റ്റാൻഡ് പ്രയോജനപ്പെടുത്തി KSRTCയുടെ സ്റ്റേ സെന്റർ തുടങ്ങി കൂടുതൽ സർവീസുകൾ ആരംഭിക്കണമെന്ന് MLA സബ്മിഷനിൽ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായി MC ഐജുവിനെയും ചീഫ് വിപ്പായി റീന വർഗീസിനെയും തെരഞ്ഞെടുത്തു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയുടെയും സംയുക്ത യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട്, ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, UDF കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, നേതാക്കളായ NK കബീർ, K ഗോവിന്ദൻകുട്ടി, അജു നെല്ലുവായി തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കാഞ്ഞാണി റോഡിലെ അയ്യന്തോൾ സിവിൽ ലൈൻ സ്റ്റോപ്പിന് സമീപം വാട്ടർ അതോറിറ്റി പൈപ്പിന്റെ വാൽവിന്റെ ചോർച്ച തുടങ്ങിയിട്ട് 1 വർഷം പിന്നിടുന്നു. വെള്ളം കുത്തിയൊലിച്ച് റോഡ് തകർച്ചയിലാണ്. ഇരുചക്രവാഹന യാത്രക്കാർ ഏതു സമയവും അപകടത്തിൽപ്പെടാമെന്ന സ്ഥിതിയിലാണ്. ഏതാനും നാളുകളായി വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും യാതൊരു പണിയും ഇവിടെ നടക്കുന്നില്ല. ഒരു ദിവസം കൊണ്ട് പരിഹരിക്കേണ്ട പ്രശ്നമാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം അനന്തമായി നീണ്ടുപോകുന്നത്. ആവണങ്ങാട്ടിൽ കളരി സർവതോഭദ്രം ഓർഗാനിക്സിന്റെ ആഭിമുഖ്യത്തിൽ 127 തരം നെൽവിത്തുകൾ വിളഞ്ഞ പാടത്ത് കൊയ്ത്തുത്സവം നടത്തി. കൃഷിമന്ത്രി P പ്രസാദ് കാലബാത്ത് എന്ന നെല്ലിനം കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു. മുൻ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, CC മുകുന്ദൻ MLA എന്നിവർ വിശിഷ്ടാതിഥികളായി. ജൈവ കൃഷി കാർഷിക മേഖലയിലെ സംഭാവനയ്ക്ക് ഡോക്ടർ KR ശ്രീനിയെയും K ലെനീഷിനെയും ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീന അനിൽകുമാർ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU ഋഷികേശ് പണിക്കർ എന്നിവർ സംസാരിച്ചു. 127 തരം വിത്തിനങ്ങളിൽ 3 ഇനം വിദേശത്തു നിന്നുള്ളതാണ്. വൈറ്റ് ജാസ്മിൻ, റെഡ് ജാസ്മിൻ, ബർമ ബ്ലാക്ക് എന്നിവയാണ് ഈ വിത്തിനങ്ങൾ. 60 ഇനം വിത്ത് കേരളത്തിൻ്റെ പുറത്തു നിന്നുള്ളതും ബാക്കിയുള്ളത് കേരളത്തിൻ്റെ തനത് വിത്തിനങ്ങളുമാണ്. TCV ന്യൂസ്, തൃശൂർ. കൊടുങ്ങല്ലൂർ വിദ്യാഭ്യാസ ഉപജില്ലയിലെ ജൂനിയർ റെഡ് ക്രോസ് വിദ്യാർത്ഥികൾക്കായി ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. JRC ഉപജില്ലാ കോർഡിനേറ്റർ നിമ്മി മേപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ JRC കോർഡിനേറ്റർ ടിൻസി ഡെയ്സൺ, നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, കൗൺസിലർ
KR ജൈത്രൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻകുട്ടി, ഡോക്ടർ ബ്രഹ്മപുത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള സെന്റ് സ്തെനിസ്ലാവോസ് ഫൊറോന പള്ളിയിലെ തിരുനാളിന് ബുധനാഴ്ച കൊടിയേറും. ചാന്ത രൂപതാ ബിഷപ്പ് മാർ എഫ്രേം നരികുളം കൊടിയേറ്റം നിർവഹിക്കും. ശനിയാഴ്ച രാവിലെ യൂണിറ്റുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് നടക്കും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആൻജോ പുത്തൂർ കാർമ്മികനാകും. 27-ന് ടൗൺ അമ്പ് ആഘോഷിക്കും. വികാരി ഫാദർ ജോർജ് പാറമേൽ, ഷാജു കുന്നത്തോളി, ബേബി ഇട്ടീര, ജോൺസൺ ചെല്ലക്കുടം, ലിൻഡീഷ് ആൻഡോ എന്നിവർ പങ്കെടുത്തു. കൊടകര പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും. അഴകം വല്ലപ്പാടി ദേശത്തിന്റെ നേതൃത്വത്തിലാണ് താലപ്പൊലി ആഘോഷം. താലപ്പൊലി ദിനമായ വ്യാഴാഴ്ച രാവിലെയും ഉച്ചകഴിഞ്ഞും രാത്രിയിലും നടക്കുന്ന എഴുന്നള്ളിപ്പിൽ 7 ഗജവീരന്മാർ അണിനിരക്കും. പാമ്പാടി രാജൻ തിടമ്പേറ്റും. മേളത്തിന് കലാനിലയ ഉദയൻ നമ്പൂതിരിയും പഞ്ചവാദ്യത്തിന് പല്ലാവൂർ ശ്രീധരന്മാരാരും നേതൃത്വം നൽകും. വാർത്താസമ്മേളനത്തിൽ പുത്തൂക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട്, താലപ്പൊലി ആഘോഷ കമ്മിറ്റി കൺവീനർ AK പ്രേമൻ, M സുനിൽകുമാർ, ശശിധരൻ തൃക്കാശ്ശേരി എന്നിവർ പങ്കെടുത്തു. വരന്തരപ്പള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും. രാവിലെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ ശീവേലി എഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് 4 മുതൽ 4:45 വരെ കരയോഗങ്ങളുടെ പൂരം വരവും തുടർന്ന് 7 വരെ പാണ്ടിമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ചശീവേലിയും നടക്കും. ശനിയാഴ്ച രാവിലെ ഹരിത ആയുർവേദ കമ്പനിയുടെ ആറാട്ട് കുളത്തിൽ ആറാട്ട് നടക്കും. തുടർന്ന് തിരിച്ചെഴുന്നള്ളിപ്പ്, ആറാട്ട് കഞ്ഞി വിതരണം, കൊടിയിറക്കൽ എന്നിവയും നടക്കും. വ്യാഴാഴ്ച വൈകിട്ട് യുവജന സമിതിയും പാലക്കൽ ക്ഷേത്രയോഗവും സംയുക്തമായി താലിവരവ് നടത്തും. ചെറുമഠത്തിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളിപ്പ് നടക്കും. ക്ഷേത്രം ഭാരവാഹികളായ അനിൽ തുമ്പായി, സുബ്രൻ ഇടശ്ശേരി, മോഹൻദാസ് മുളയ്ക്കൽ, ശ്രീദേവ് കാഞ്ഞിരക്കോടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എളവള്ളി പഞ്ചായത്തിലെ 14-ാം വാർഡിൽ നിർമ്മിച്ച കാക്കശ്ശേരി വൈലിപ്പാടം റോഡ് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. ജനപ്രതിനിധികളായ TC മോഹനൻ, PM അബു, MP ശരത് കുമാർ, SC പ്രൊമോട്ടർ VS സ്വാതി എന്നിവർ സംസാരിച്ചു. കോൾപ്പാടങ്ങളിലെ ഉപ്പുരസം നിയന്ത്രിക്കുന്നതിനായി കർഷകരുടെ ആവശ്യം പരിഗണിച്ച് ബുധനാഴ്ച രാവിലെ 10 മുതൽ പീച്ചി ഡാമിൽ നിന്നും മണലിപ്പുഴയിലേക്ക് റിവർ സ്ലൂയിസ് വഴി വെള്ളം തുറന്നുവിടും. KSEB ചെറുകിട വൈദ്യുതി ഉൽപ്പാദന നിലയം വഴിയാണ് വെള്ളം പുഴയിലേക്ക് ഒഴുക്കുന്നത്. മണലിപ്പുഴയിൽ പരമാവധി 30 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. മണലി, കരുവന്നൂർ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും പീച്ചി ഹെഡ്വർക്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സിബു കള്ളാപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജിനു വെണ്ണാട്ടുപറമ്പിൽ സന്ദേശം നൽകി. വികാരി അനിൽ പുതുശ്ശേരി, കൈക്കാരന്മാരായ ജോൺസൺ പുലിക്കോട്ടിൽ, അന്റോണിയോ പുലിക്കോട്ടിൽ, തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോസഫ് കൊമ്പൻ, ജോയിന്റ് കൺവീനർ ജെയിംസ് എലുവത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. വരന്തരപ്പള്ളി വിമലഹൃദയ പള്ളിയിലെ തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് 6-ന് ഫാദർ ഡേവി കാവുങ്ങൽ കൊടിയേറ്റം നിർവഹിക്കും. ശനിയാഴ്ച രാവിലെ കൂടുതുറക്കൽ ചടങ്ങ് നടക്കും. ഞായറാഴ്ച രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പ്രിൻസ് പരത്തനാൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 7-ന് മെഗാ ഫ്യൂഷൻ ഷോ നടക്കും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജിയോ ആലനോലിക്കൽ, കൈക്കാരൻ ജോഫി അറങ്ങാശ്ശേരി, ജനറൽ കൺവീനർ ഷൈജു പട്ടിക്കാട്ടുകാരൻ, കേന്ദ്രസമിതി പ്രസിഡന്റ് ഡേവിസ് അക്കര എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7410 രൂപ, പവന് 59,280 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3255 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ സംഭവം. വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആനയെ നിരീക്ഷിച്ചു വരുന്നതായി വനപാലകർ. ആനയെ പരിചരിക്കാൻ ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തും. 10 വർഷത്തിലധികമായി യമനിൽ കുടുങ്ങിക്കിടന്നിരുന്ന യുവാവിനെ നാട്ടിലെത്താൻ വഴിയൊരുങ്ങുന്നു. എടക്കുളം പൂമംഗലം സ്വദേശി ദിനേഷാണ് നാട്ടിൽ തിരിച്ചെത്തുന്നത്. മാടക്കത്തറ പാണ്ടിപ്പറമ്പ് കച്ചിത്തോടിലെ ഉപയോഗശൂന്യമായ ക്വാറിയിലെ മാലിന്യങ്ങൾക്ക് തീപിടിച്ചത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കി. കനത്ത പുകയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയത് 24 മണിക്കൂറിന് ശേഷം. കൊച്ചി വാട്ടർ മെട്രോ കൊടുങ്ങല്ലൂരിലേക്ക് നീട്ടാൻ ആലോചന. വരാപ്പുഴ ടെർമിനലിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കാനാണ് ധാരണ. വെളപ്പായിയിൽ വിഷപ്പുല്ല് കഴിച്ച് 4 പശുക്കൾ ചത്ത സംഭവം. പോസ്റ്റ്മോർട്ടത്തിൽ വിഷപ്പുല്ലിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. തീറ്റപ്പുല്ലിൽ ജാഗ്രത പുലർത്തണമെന്ന് വെറ്ററിനറി ഡോക്ടർമാർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.